ഗണേശ്, പ്രതിഭ ഹരി, ശോഭ സുരേന്ദ്രൻ കേരളത്തിൽ വനിതാ നേതാക്കന്മാരുടെ കാലമാണെന്ന് തോന്നുന്നു. വളരെയധികം വിവാദങ്ങളിലും അല്ലെങ്കിൽ വളരെയധികം ചർച്ചകളിലും സജീവമായിരിക്കുകയാണ് ഈ രണ്ട് വനിതാ നേതാക്കളും. പ്രതിഭ ഹരിയുടെ മകനുമായി ബന്ധപ്പെട്ട കഞ്ചാവ് വിവാദം നമുക്കറിയാം. മാധ്യമങ്ങളെ എല്ലാം മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ലൈവ്, പക്ഷെ അതിനുശേഷം FIR കോപ്പി പുറത്തു വരുന്നു. പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് തെളിയുന്നു. എനിക്ക് തോന്നുന്നു മീഡിയ വണിന്റെ റിപ്പോർട്ടർ മതത്തിന്റെ പേരിൽ വരെ അധിക്ഷേപിക്കുന്ന ഒരു MLA ആണ്. നമ്മൾ തന്നെ ന്യായീകരിച്ചതാണ് ഒരു അമ്മയാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരു അമ്മയാണെങ്കിലും സ്ത്രീ ആണെങ്കിലും MLA ആണെങ്കിലും പാലിക്കേണ്ട ഒരു സാമൂഹിക മര്യാദ അത് കാണിക്കാത്തൊരവസ്ഥയുണ്ട്. ശോഭാ സുരേന്ദ്രൻ അമിത്ഷായുമായി കണ്ടുമുട്ടുന്നു. എനിക്ക് തോന്നുന്നു വളരെ പോസിറ്റീവായ രീതിയിലുള്ള ചർച്ചകളാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നു. അതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ്, എന്ത് തോന്നുന്നു ഇതൊക്കെ കാണുമ്പോൾ? നമുക്ക് 2024 ലോക്സഭ ഇലക്ഷനിലേക്ക് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ആലപ്പുഴ BJP സംബന്ധിച്ചിടത്തോളം വലിയ വളക്കൂറുള്ള ഒരു മണ്ണാണ്. 3 ലക്ഷം വോട്ടാണ് BJP 2024 ലോക്സഭ ഇലക്ഷൻ അവിടെ നേടിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് 3,41,000, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് 4,04,000 വോട്ട്. എന്ന് വെച്ചാൽ BJP-യും CPM-ഉം തമ്മിലുള്ള വ്യത്യാസം വെറും 41,000 വോട്ടാണ്. ആലപ്പുഴ പോലുള്ള സ്ഥലത്ത് കോൺഗ്രസ് കാൻഡിഡേറ്റ് ആയിട്ട് 1 ലക്ഷം, മിനിമം 1 ലക്ഷത്തിന്റെ ഡിഫറൻസേ ഉള്ളൂ. ഒന്നുമില്ലായ്മയെന്നാണ് BJP ഇത്രയും കയറിയത്. അതെ, തീർച്ചയായിട്ടും. കാരണം LDF-ന്റെ കനലെടുത്തരിയായിരുന്നു കഴിഞ്ഞ വട്ടം ആലപ്പുഴ എന്ന് പറയുന്നത്. ആകെ മൊത്തം ഒരു MLA ഉണ്ടായിരുന്നത് അദ്ദേഹം മാത്രമായിരുന്നു, ആരിഫ് MP ആയിരുന്നു. അപ്പോൾ ഏറ്റവും ഇതെന്താന്ന് വെച്ചാല് ഇപ്പോ കായംകുളത്ത് നടക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ. കാരണം ഇപ്പോൾ 2026 അസംബ്ലി ഇലക്ഷൻസ് വരാൻ പോകുന്നു. അപ്പോൾ പൊതുവെ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ തന്നെ ഒരു മണ്ഡലത്തിൽ നിന്നായിരിക്കും മത്സരിക്കുക. അത് either ഹരിപ്പാട് അല്ലെങ്കിൽ കായംകുളം ആയിരിക്കും എന്നാണ് പൊതുവെ ഒരു ചർച്ച നടക്കുന്നത്. അപ്പോൾ അവർക്ക് ഏറ്റവും പറ്റിയ ഒരു മണ്ഡലം കായംകുളം തന്നെയാണ്. കാരണം 2024 ലോക്സഭ ഇലക്ഷന് LDF കാൻഡിഡേറ്റിനെക്കാളും ഒരു 700 വോട്ടിന്റെ വർധനവ് ശോഭാ സുരേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ 48,770 വോട്ടാണ് അവിടെ കിട്ടിയത്. അപ്പോൾ അവര് മിക്കവാറും MLA കാൻഡിഡേറ്റ് ആയിട്ട് അവിടെ തന്നെ ആയിരിക്കും, കായംകുളത്ത് തന്നെ ആയിരിക്കും മത്സരിക്കുക. പറ്റിയ ഒരു സ്ഥലമാണ് അവർക്ക്. അപ്പോഴാണ് ഈ പ്രതിഭ ഹരിയുടെ ഒരു കോൺട്രവേഴ്സി വരുന്നത്. ഇത് നമ്മൾ കാണേണ്ടത്, ഒരു കമ്മ്യൂണിസ്റ്റ് MLA ഒരു മാധ്യമപ്രവർത്തകനെ മതം പറഞ്ഞ് അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര നമുക്ക് കാരണം പലപ്പോഴായിട്ട് BJP ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലാണല്ലോ മീഡിയ വൺ. പലപ്പോഴും BJP കേരള ഘടകം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയും മീഡിയ വണ്ണിനെതിരെയും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അവരുടെ അജണ്ട നടപ്പാക്കുകയാണ്, ഈ അടുപ്പ് കൂട്ടി ചർച്ച എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാമിനെ എല്ലാവരും നിരീക്ഷകരടക്കം കളിയാക്കാറുണ്ട്. അപ്പോ ഒരു BJP ഇങ്ങനെ പറഞ്ഞാൽ ആരും അതിനെ ഒരു പരിധിക്കുള്ള സീരിയസ് ആയിട്ട് എടുക്കില്ല. കാരണം നാച്ചുറലി ജമാഅത്ത് ഇസ്ലാമിയുടെ ആണ്. അപ്പൊ BJP എന്തൊക്കെയായാലും ഇവർക്കെതിരെ പറയുള്ളൂ. പക്ഷേ CPM-ന്റെ ഒരു MLA ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലിനെ ഇവരെന്നെ മതം പറഞ്ഞാണ്, മതത്തിന്റെ കാരണം കൊണ്ടാണ് ഇവരെന്നെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. BJP-യുടെ ഒരു അജണ്ടയിലേക്ക് പ്രതിഭ ഹരി വന്നതുപോലെയാണ് അവർ പറഞ്ഞത് ശേഷം. കാരണം എല്ലാവരും സർപ്രൈസ്ഡ് ആയി പോയി. ഒരു CPM MLA പൊതുവെ ഇങ്ങനെ പറയാറില്ല, മതത്തിന്റെ പേരിലാണ് എന്നെ ഒഴിവാക്കി നിർത്തുന്നത്. ഇത് എനിക്ക് തോന്നുന്നു അവരുടെ കയ്യിൽ നിന്ന് പോയതാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ നാച്ചുറലി ഇവരിങ്ങനെ പറയുമ്പോൾ അവിടെ BJP ഇത്രയും നാളും പറഞ്ഞ കാര്യം അവിടെ ശരിയാണ് എന്ന ഒരു ധ്വനി അവിടെ മുഴങ്ങുന്നുണ്ട്. കാരണം BJP ഇത്രയും നാളും പറഞ്ഞ എന്താ, ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനല് ഹിന്ദുക്കൾക്കെതിരെ പലതരത്തിലും പ്രവൃത്തി നടത്തുവാണെന്നാണ് BJP പറയണത്. അത് തന്നെ ഇവരും പറയണേ. ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലിന്റെ അയാളെന്റെ ഫ്രണ്ടും കൂടെയാണെന്ന് പറയുന്നുണ്ട്. റിപ്പോർട്ടർ പ്രതിഭ ഹരിയുടെ ഫ്രണ്ട് കൂടെയാന്ന് അവർ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെ ആയിട്ടും ഫ്രണ്ട് ആയിട്ടും മതത്തിന്റെ പേര് പറഞ്ഞ് ഈ പ്രതിഭ ഹരിയെ താറടിച്ച് കാണിക്കാൻ ജമാഅത്ത് ഇസ്ലാമിക് ചാനൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് CPM-നല്ല, നാച്ചുറലി BJP-ക്ക്. കാരണം BJP ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് ഈ CPM-ന്റെ MLA ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പൊ നാച്ചുറലി BJP-യുടെ ഒരു നറേറ്റീവ് അവിടെ ജയിക്കുവാണ് ചെയ്തത്. അതെ, തീർച്ചയായും പ്രതിഭ ഹരിയുടെ പ്രശ്നം വന്നതിന് ശേഷം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും CPIM എന്ന് പറയുന്ന അവരുടെ സ്വന്തം പാർട്ടി അതിൽ അത്രത്തോളം ഇടപെട്ടിട്ടില്ല. അവർക്ക് ഒരു രീതിയിലുള്ള സപ്പോർട്ട് അല്ല, അവർക്ക് ഇടപെടാൻ പറ്റില്ല. എന്തും പറഞ്ഞ് ഇടപെടും. അവർക്ക് MLA ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ ഈ എക്സൈസിനെ കുറ്റം പറയേണ്ടി വരും. എക്സൈസിൽ ഒരു സ്ഥലം മാറ്റം നടന്നിട്ടുണ്ട്. അതെ, മലപ്പുറത്തേക്ക് തട്ടിയിട്ടുണ്ട്. അപ്പോ അവരുടെ മിനിസ്ട്രി എന്തിനാണ് കുറ്റം പറയണത്? അതിൽ നല്ല ഇതിന് മിണ്ടാതിരിക്കുക. കാരണം പ്രതിഭ ഹരിയെ ന്യായീകരിക്കാൻ പോയി കഴിഞ്ഞാൽ പബ്ലിക്കിന്റെ പെർസെപ്ഷൻ എതിരാവും. കാരണം ഇപ്പൊ പ്രതിഭ ഹരി തന്നെ പറയണത്, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഈ ലഹരിക്കെതിരെ സംസാരിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്.
അപ്പോൾ അവരുടെ മകൻ തന്നെ ഇതുപോലൊരു കേസിൽ ഒരു FIR പേര് വരുമ്പോഴത്തേക്ക് നാച്ചുറലി അവരുടെ പെർസെപ്ഷൻ അവിടെ തീർന്നു. അല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ, എന്ത് വലിയ വിഷയങ്ങൾ വന്നാലും ഇടതുപക്ഷം അവരുടെ ആളുകളെ സംരക്ഷിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇനി അവർ ഡയറക്ട്ലി അതിൽ ഇൻവോൾവ് ആയിട്ടില്ലെങ്കിൽ പോലും ഈ കടന്നലുകൾ എന്ന് വിളിക്കുന്ന LDF-ന്റെ സൈബർ കൂട്ടങ്ങൾ അവരതിൽ ഇടപെട്ട് അതിലൊരു വേറൊരു രീതിയിലേക്ക് അതിനെ വഴിതിരിച്ചു വിടുകയോ അല്ലെങ്കിൽ എപ്പോഴും തമാശക്ക് നമ്മൾ പറയുന്നത് ക്യാപ്സ്യൂളുകൾ, ഒരു 5-6 ക്യാപ്സ്യൂളുകൾ എടുത്ത് വെതറുകയോ ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും ഈ പ്രതിഭാഹരിയുടെ വിഷയത്തിലില്ല. അപ്പോൾ അതിൽ മറ്റൊരു കാര്യം, ഈ പ്രതിഭാഹരി എന്ന് പറയുന്നത് ഭരണപക്ഷത്തിനെതിരെ സംസാരിച്ചിട്ടുള്ള ഭരണപക്ഷത്തിന്റെ MLA ആണ്. സോ അതുകൊണ്ടുള്ള ഒരു വൈരാഗ്യം ഒരു ഭാഗത്തുണ്ട്. ആലപ്പുഴയിലെ വലിയ വിഭാഗീയതയുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. എനിക്കൊന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിഭാഗീയ പ്രവർത്തനം നടക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. ഇപ്പൊ അവിടുന്ന് തന്നെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം ബിബിൻ അദ്ദേഹം BJP വന്ന് ചേർന്നു. അപ്പൊ അദ്ദേഹം ഇവരെ വിളിക്കുന്നുണ്ട് പാർട്ടിയിലേക്ക് വന്ന് ചേരുമോ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം മാത്രമല്ല, എനിക്ക് തോന്നുന്നു BJP നമ്മളിപ്പോ ഈ വാർത്തകൾ ഇവരുമായി ബന്ധപ്പെട്ട നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവർ BJP-കാരിയാണോ എന്ന്. കാരണം എല്ലാവരും BJP ഹാൻഡിലുകളിൽ നിന്നാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരെ സപ്പോർട്ട് ചെയ്യുവാണ്. കാരണം ഇവർ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറഞ്ഞു. അപ്പൊ BJP പറഞ്ഞ ഒരു പോയിന്റിനെ വിൻഡിക്കേറ്റ് ചെയ്യുവാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നാച്ചുറലി ഇവർക്ക് BJP-യിലേക്ക് സ്വാഗതം ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. കാരണം BJP പറഞ്ഞ ഒരു സാധനം ഇവർ വാലിഡേറ്റ് ചെയ്തല്ലോ. ജമാഅത്ത് ഇസ്ലാമി പ്രശ്നക്കാരാണ്, ഇവർ മതം നോക്കിയാണ് വാർത്ത കൊടുക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM MLA പറഞ്ഞതിന്റെ പ്രാധാന്യമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. അപ്പോൾ നാച്ചുറലി ഇവർക്ക് BJP-യിലേക്ക് ഇനി വേണമെങ്കിൽ പോവാം. CPM ഏകദേശം ഇവരെ കൈയൊഴിഞ്ഞ മട്ടാണ്. ഇനി ഇവർക്ക് ഒരു MLA സ്ഥാനം CPM കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രത്തോളം അപ്പൊ നാച്ചുറലി ഇനി ഇവർക്ക് CPM-ൽ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ വേണമെങ്കിൽ അവർക്ക് ഒരു എക്സിറ്റ് അടിച്ച് വേണമെങ്കിൽ BJP പോയി ചേരാം. കാരണം BJP 2026 അസംബ്ലി ഇലക്ഷന് BJP ഒരു വലിയ ഫോഴ്സാണ്. ഒന്ന്, കേരളത്തിൽ വലിയ രീതിയിൽ ഈ മതത്തിന്റെ പേരിൽ ധ്രുവീകരണം നടക്കുന്നുണ്ട്. അതൊരു വലിയ റിയാലിറ്റിയാണ്. ഇപ്പോൾ CPM-ന്റെ നേതാക്കന്മാർ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയും അല്ലെങ്കിൽ ലീഗിനെതിരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഓപ്പൺലി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നാച്ചുറലി ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട്. അത് പലപ്പോഴായി BJP ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട്, വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. കാരണം BJP-യുടെ വോട്ട് ഇപ്പോഴും 20% ഒരു ലോക്സഭാ സീറ്റേ ഉള്ളൂ. അപ്പൊ MLA-മാരൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോ ഹരിപ്പാടും കായംകുളവും ആലപ്പുഴയിലെ BJP-ക്ക് ജയസാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ പല ഇടങ്ങളിലും ഹരിപ്പാടൊക്കെ പല വാർഡുകളിലും CPM-നേക്കാളും കൂടുതൽ വോട്ട് BJP-ക്ക് ഉണ്ട്. അത് കൺസോളിഡേറ്റ് ചെയ്യാൻ നല്ല സ്ഥാനാർത്ഥികൾ എന്തായാലും ഇപ്പൊ 2026 നിയമസഭാ ഇലക്ഷന് മുൻപ് ഇപ്പൊ നമുക്ക് 2025 തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്. അതിലെല്ലാം റിഫ്ലക്ട് ചെയ്തത് കേരളത്തിൽ ഉണ്ടാകുന്ന ഈ ഹിന്ദു കൺസോൾട്ടേഷൻ, അപ്പുറത്തൊരു മുസ്ലിം കൺസോൾട്ടേഷൻ കോൺഗ്രസിനായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നാച്ചുറലി ഇത് രണ്ടും വലിയ രീതിയിൽ കേരളത്തിന്റെ ഇലക്ടറേറ്റിനെ ബാധിക്കാൻ പോവാണ്. അപ്പോഴാണ് ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിൽ പോയേക്കണേ. അദ്ദേഹം അമിത്ഷായെ നേരിട്ട് കണ്ടു, സംസാരിച്ചു. അപ്പൊ നാച്ചുറലി ഒന്ന് അവർക്ക് കേരളത്തില് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ കേരളത്തിൽ ഉണ്ടാവും. ഇപ്പോൾ പ്രസിഡന്റ് ഡയറക്ട്ലി പ്രസിഡന്റ് ആയില്ലെങ്കിൽ തന്നെ, കാരണം അവര് പൊളിറ്റിക്സിൽ എവിടെ കൊണ്ട് നിർത്തിയാലും അവരുടെ വോട്ടിങ്ങിന് കൂട്ടുവാണ് അവര്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP-യുടെ എനിക്ക് തോന്നുന്നു കരുത്തയായ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കരുത്തയായ ഒരു മെമ്പറാണ്. കാരണം നമ്മളിപ്പോ പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ക്യാമ്പയിനുകളിലെല്ലാം പങ്കെടുക്കാൻ പോകുമ്പോൾ എല്ലാവരും പറഞ്ഞു വെച്ചിരുന്നത് ശോഭാ സുരേന്ദ്രൻ നിന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി വോട്ട് കിട്ടുമായിരുന്നു, ശോഭാ സുരേന്ദ്രൻ നിന്നിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തോറ്റുപോകുമായിരുന്നു എന്ന് പറഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർ വരെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന അവരുടെ ഒരു വ്യക്തിഗത ബ്രാൻഡ് വാല്യൂ ആണ്. കാരണം ഒന്ന് ആലപ്പുഴയിൽ അവർ വോട്ട് കൂട്ടി, അതിന് ബാറ്റിങ്ങിൽ പോയി വോട്ട് കൂട്ടി, പാലക്കാട് വോട്ട് കൂട്ടി, എവിടെയൊക്കെ കഴക്കൂട്ടത്ത് അവർ നിന്നിരുന്നു, അവിടെയും വോട്ട് കൂട്ടി. അപ്പൊ എവിടെ പോയി നിന്നാലും വോട്ട് പിടിക്കാനുള്ള അവരുടെ കഴിവുണ്ടല്ലോ. ഒരുപക്ഷെ അവർ പ്രസിഡന്റ് ആവില്ലെങ്കിലും അവർ കേരള പൊളിറ്റിക്സിൽ നിർണായകമായ ഒരു ശക്തിയായി തന്നെ തുടരും. തീർച്ചയായിട്ടും അവർ പറയുന്ന വാക്കുകൾ കൃത്യമായി സംസാരിച്ചുകൊണ്ട് ആളുകളെ കയ്യിലെടുക്കാനുള്ള ഒരു വലിയ കഴിവ്. ഇങ്ങോട്ട് പാട്ടുപാടി കയ്യിലെടുക്കൊന്നും ആവശ്യമില്ല അവർക്ക്. BJP-യുടെ പുറത്തുള്ള ആൾക്കാരെ വരെ അട്രാക്ട് ചെയ്യാനുള്ള ശക്തി അവർക്കുണ്ട്. അപ്പൊ നാച്ചുറലി അവർക്ക് കായംകുളത്ത് ഒരു സ്റ്റേക്ക് ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രതിഭാഹരി പറഞ്ഞല്ലോ ഈ മീഡിയ വൺ ജേർണലിസ്റ്റിനെതിരെ, അതിനൊരു ക്ലാരിഫിക്കേഷൻ ഒന്നും അവർ കൊടുത്തായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ നാച്ചുറലി അത് അവർ പരാതി പോവുകയും കേസാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും ഒരു ക്ലാരിഫിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ജനങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് ജനങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ നാച്ചുറലി ഒരു പക്ഷെ പറയാം CPM-ൽ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഒരു നീതി കിട്ടണില്ല എന്നുള്ള നറേറ്റീവ് വരാം ഗ്രൗണ്ടില്. അവരൊരു ഹിന്ദു ആയതുകൊണ്ടാണ് അവർക്ക് ഈ പ്രശ്നം ഉണ്ടായതെന്നുള്ള നറേറ്റീവ് വരാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അവിടെ BJP-യുടെ സാധ്യതയാണ് ശരിക്കും കൂടുന്നത്. അത് എനിക്ക് തോന്നുന്നു CPM-ന് അത് മനസ്സിലാവാത്തത് കൊണ്ടാണോ അതോ CPM ഇതിനെപ്പറ്റിയൊക്കെ ഇഗ്നോറന്റ് ആണോ എന്ന് സംശയം തോന്നുന്നു. കാരണം ഇവര് ഇപ്പൊ മുസ്ലിം ലീഗിനെതിരെ നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ മുസ്ലിം മതമൗലികവാദത്തിനെതിരെ നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാലാകാലങ്ങളായി BJP പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവർ പുതുതായിട്ടൊന്നും ആഡ് ചെയ്യണില്ല അതിനകത്ത്.
അപ്പൊ നാച്ചുറലി BJP-യുടെ സ്റ്റാൻഡാണ് ഇവിടെ വിൻഡിക്കേറ്റ് ചെയ്യണേ. അപ്പോ BJP ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ഇടതുപക്ഷം തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് അതിലൊരു വിനോദാഭാസം എന്ന് പറയുന്നത്. BJP പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെ ഇപ്പൊ കുറെ കാലം കഴിഞ്ഞപ്പോൾ CPM പറയണു. അപ്പൊ BJP-ക്ക് പറയാലോ, ഞങ്ങൾ വർഷങ്ങൾ മുമ്പേ ഇത് പറയണതാണ്, ഇവർക്ക് ഇപ്പോഴാണ് ബൾബ് കത്തിയെന്ന് പറഞ്ഞാല്. അതെ. അപ്പോൾ നാച്ചുറലി ഇത് ഈ വിവാദങ്ങളെല്ലാം BJP-യും വളരെ സൂക്ഷ്മമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് BJP ഡീൽ ചെയ്യുന്നത്. കാരണം BJP-യിലെ പല താഴ്ത്തട്ടിലുള്ള നേതാക്കന്മാരാണ് ഇവർ BJP-യിലേക്ക് വിളിക്കുന്നത്. ടോപ്പ് ലെവലിൽ നിന്ന് ആരും BJP-യിലേക്ക് പോരെന്ന് പറഞ്ഞ് വിളിച്ചിട്ടില്ല പ്രതിഭാഗിയെ. അപ്പോൾ നാച്ചുറലി ഒരു ഈ വേട്ടയാടപ്പെടുന്ന ഹിന്ദു സ്ത്രീകൾക്കെല്ലാം ഒരു ആണ് BJP എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാം. കാരണം അത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ്. ഇതുവരെ CPM-ന്റെ ഒരു MLA പോലും അല്ലെങ്കിൽ ഒരു നേതാവ് പോലും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. മതത്തിന്റെ പേരിൽ ഒരു ചാനൽ തന്നെ ഇങ്ങനെ ക്രൂശിക്കുകയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ്. ഇതിപ്പോ കേസുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ അതിനെതിരെ. ആക്ച്വലി ഇത് എങ്ങനെയാണ് ഇത്, കാരണം ഇതിന് ആലപ്പുഴയുടെ രാഷ്ട്രീയത്തെ ഒന്ന് സ്പിൻ ചെയ്യാനുള്ള എല്ലാ പവറും ഉണ്ട് ഈ സാധനത്തിന്. പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദു പോപ്പുലേഷൻ ഉള്ള ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ. 75% ഹിന്ദുക്കളുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് ഈ വിവാദം ഒരുപക്ഷെ BJP-യുടെ ഭാവി തന്നെ നിർണ്ണയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.